നിങ്ങൾ ഒന്നും വിചാരിക്കാനുള്ള ടിക്കറ്റ് എടുത്തു ധൈര്യമായിട്ട് തിയേറ്ററിൽ ഓണം തൂക്കി നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. നല്ല ഇമോഷണൽ ആയിട്ടുള്ള എന്റെ സ്ക്രിപ്റ്റ് ഡാഷൻ അടിപൊളി. ലാലേട്ടൻ, സിദ്ദീഖ്, മാളവിക, സംഗീത്, ബേസിൽ ഞാൻ തുറന്നു പറയാട്ടോ, ബേസിൽ ജോസഫ്, മീര ജാസ്മിൻ എല്ലാവരും ഉണ്ട്. ഫാമിലി ഹിറ്റ്. ഓണം തൂക്കി ഒരു രക്ഷയില്ല. തുടരും മൂവിയില്ലേ, അത് തന്നെ സാധനം. ബ്രില്യന്റ് സ്ക്രിപ്റ്റ്, അടിപൊളി. എല്ലാവർക്കും ഫുൾ ഫാമിലി എന്റർടൈൻമെന്റ് പടം, അടിപൊളി സിനിമ. നിങ്ങൾ ഒന്നും വിചാരിക്കാനുള്ള ടിക്കറ്റ് എടുത്തു ധൈര്യമായിട്ട് തിയേറ്ററിൽ ഓണം തൂക്കി. ലാലേട്ടൻ തൂക്കി. ലാലേട്ടൻ ഒരു വജ്രായുധമായി ഇന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു നിധിയാണ് ലാലേട്ടൻ. അദ്ദേഹത്തിന്റെ അഭിനയം ഒരു രക്ഷയിലെ കഴിവ്, അടിപൊളി. കാല് തൊട്ട് നമസ്കരിക്കേണ്ടി വരും, അത്ര ബ്രില്യന്റ് സ്ക്രിപ്റ്റ് ആണ്. അടിപൊളി. സത്യനന്ദിക്കാട്, അതുപോലെ അദ്ദേഹത്തിന്റെ മകൻ റൈറ്റിംഗ്, അടിപൊളി. ഒരു രക്ഷയില തൂക്കി. നല്ലൊരു ഡീസന്റ് പടം കേട്ടിട്ടില്ലേ? അതെ, ഒരു കുറ്റവും ഇല്ല, കുറവൊന്നും പറയാനില്ല. മോഹൻലാലും സംഗീതം ഇടിലൻ, അതുപോലെ പെർഫോമൻസ് ആണ്. നല്ല അടിപൊളി ക്ലൈമാക്സ്, ഒരു ഡീസന്റ് ആയിട്ടുള്ള ക്ലൈമാക്സ്. മലമ്പ് ബേളൊന്നുമില്ല, കിടിലനായിട്ട് ക്ലൈമാക്സ് തീർത്തിട്ടുണ്ട്. കിടിലൻ കേട്ടോ, ഒരു മോഹൻലാൽ ഫുൾ മോഹൻലാൽ സിനിമ. അടിപൊളി, രക്ഷയില്ല, സൂപ്പറായിരുന്നു. തുടരുമ്പോൾ ഒരു ജസ്റ്റ് ക്യാമിയോട് ചെയ്തിട്ടുണ്ടെങ്കിൽ, പക്ഷെ ഇതില് രണ്ട് പേരുടെ കോമ്പ നമ്മൾ ആഗ്രഹിച്ച പോലെ ആ ഒരു വർക്കൗട്ടായി. ഫസ്റ്റ് ഹാഫൊക്കെ രണ്ടുപേരും തമ്മിലുള്ള സീൻസ്, പിന്നെ കോമഡി എല്ലാം കൂടെ പൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫും മൈസൂർ ഉണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ ഫീൽ ചെയ്തു. കാരണം അവരുടെ കോമ്പോ ഒട്ടും ഒരു പടം എനിക്ക് മോശമായിട്ട് ഒരു പടം തോന്നിയിട്ടില്ല. സത്യനന്ദിക്കാട് സാറിന് ആ പഴയ സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഒരു ക്വാളിറ്റി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ഇൻക്ലൂഡ് ലാലേട്ടനും സംഗീതം. ലാലേട്ടൻ സംഗീതത്തിന്റെ കോമ്പ അടിപൊളിയാണ്. പിന്നെ എല്ലാരും നല്ലതാണ്. വളരെ ചെറിയൊരു കഥ, പക്ഷെ നല്ല ഫസ്റ്റ് ഹാഫുള്ളും നമുക്ക് നല്ലോട് ചിരിക്കാനുള്ള കുറെ മൂമെന്റ്സ് ഉണ്ട്. നല്ല രീതിയിൽ എടുത്തത്. നല്ല ഫീൽ ഗുഡ് ഒക്കെ അടിപ്പിച്ച് നല്ലൊരു രസമുണ്ടായി. ഇമോഷണലൊക്കെ ആയിട്ട് നല്ല കോമഡി ഉണ്ടായിട്ടുണ്ട്. സംഗീതവും ലാലേട്ടനും കോമ്പോ അടിപൊളിയായിട്ടുണ്ട്. അടിപൊളിയാണ്. തുടരുവിന്റെ അത്ര മാസമില്ല, പക്ഷെ നല്ല ഫൈറ്റ് ഒക്കെ ഉണ്ട്. ചെറിയ ഒരാകുമ്പോഴേക്കും അവസാനം സെക്കൻഡ് ഹാഫ് നല്ല കോമഡി ഉണ്ട്. ഓണം നോക്കാൻ ചാൻസ് ഉണ്ട്. ലോകയുടെ റിവ്യൂ അറിയില്ല.